ആദ്യപടി ഇതായിരിക്കും. രണ്ടുപേർ ഒരിക്കലും നേതാക്കളാകരുത്. അങ്ങനെ സംഭവിച്ചാൽ അത് ഭിന്നതയുണ്ടാക്കും. ജനങ്ങൾ ആ രണ്ട് നേതാക്കൾക്കിടയിൽ വീതിക്കപ്പെടും. അതുകൊണ്ട് നേതാവ് ഒരാൾ മാത്രം. നമ്മളൊക്കെ സഹായികളും കൂടിയാലോചനക്കാരുമായിരിക്കണം. അൻസ്വാരികളെ, ഇസ്ലാമിനെ ആദ്യമായി സഹായിച്ചത് നിങ്ങളാണ്. കാര്യങ്ങൾ വഷളാക്കിയവരിൽ ഒന്നാമത് നിങ്ങളാവരുത്. അൻസാരി സഹോദരങ്ങളെ, നമ്മൾ ബഹുദൈവ വിശ്വാസികളോട് പോരാടിയതും ദീനിന് സേവനം ചെയ്തതും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചും നബിയെ അനുസരിക്കാനും വേണ്ടിയാണ്. അതും പറഞ്ഞ് ജനങ്ങളോട് മേനി നടിക്കുന്നത് ശരിയല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി സമൂഹത്തിൽപ്പെട്ടവനായിരുന്നു. ആ സമൂഹം തന്നെയാണ് ഇനിയും നേതൃത്വം അർഹിക്കുന്നത്. ഇക്കാരണത്താൽ ഇനി അവരെ ഞാൻ ഒരിക്കലും എതിർക്കുകയില്ല. അള്ളാഹുവിന് ഭയപ്പെടൂ, അവരെ എതിർക്കാതിരിക്കൂ. ഉമർ കൈനീട്ട് പ്രതിജ്ഞ ചെയ്യട്ടെ. ഇല്ല, മുഹമ്മദിനെ നിയോഗിച്ച അള്ളാഹുവാണ്. താങ്കൾ അടങ്ങുന്ന ഈ സമൂഹത്തിന്റെ നേതാവാകുന്നതിലും നല്ലത് ഞാൻ വധിക്കപ്പെടുന്നതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അബൂബക്കർ, നീ എന്നേക്കാൾ കരുത്തരാണ്. എനിക്ക് കരുത്തുണ്ടെങ്കിൽ അത് താങ്കളെ സേവിക്കാനാണ്. റസൂൽ കഴിഞ്ഞാൽ ഇവിടെ താങ്കളുടെ മുമ്പേ നടക്കാൻ യോഗ്യരായ ആരുമില്ല അബൂബക്കർ. ഇനി ആരും ഉണ്ടാകാനും പോകുന്നില്ല. സൗർ ഗുഹയിൽ താങ്കളായിരുന്നില്ലേ റസൂലിന് തുണ? അദ്ദേഹത്തിന് അസുഖമായപ്പോൾ താങ്കളെയല്ലേ ഇമാമാക്കിയത്? പ്രിയപ്പെട്ട അൻസാരികളെ, റസൂൽ അബൂബക്കറിനെ ഇമാമാക്കിയതിന് നിങ്ങളെല്ലാവരും സാക്ഷികളായിരുന്നില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അബൂബക്കറിന്റെ നേതാവാകാൻ ആഗ്രഹിക്കുന്നത്? അബൂബക്കറിന്റെ മുമ്പിൽ നടക്കുന്നതിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. കൈനീട്ടു അബൂബക്കർ. പ്രിയ ജനങ്ങളെ, അള്ളാഹു തന്റെ റസൂലിന് സന്മാർഗം കാണിച്ച ആ ഗ്രന്ഥം നമുക്കിടയിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. നിങ്ങളത് മുറുകെ പിടിച്ചാൽ റസൂൽ നിലകൊണ്ട സന്മാർഗത്തിൽ നിങ്ങളും നിലകൊള്ളും. നിങ്ങളിലെ ഏറ്റവും ഉത്തമനെയാണ് നിങ്ങൾ നേതാവാക്കിയിരിക്കുന്നത്. റസൂലിന്റെ സന്തത സഹചാരി. സൗർ ഗുഹയിൽ റസൂലിന് കൂട്ടിരുന്നത് ഇദ്ദേഹമായിരുന്നു. നിങ്ങളെ നയിക്കാൻ ഏറ്റവും അർഹനും യോഗ്യനും ഇദ്ദേഹം തന്നെ. സർവസ്തുതിയും അല്ലാഹുവിന്. അല്ലാഹു നമ്മെ സന്മാർഗത്തിലാക്കിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് സന്മാർഗം ലഭിക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളുടെ ഭരണാധികാരിയായി എന്നെ